അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ശവ്വാൽ മാസത്തിലെ 17-ാമത്തെ ദിവസത്തെ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ് ഇന്ന് ചൊല്ലേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വളരെ മഹത്വമേറിയ ദിക്റാണ് ഇന്ന് ചൊല്ലാൻ പോകുന്നത്. ഈ ദിക്റുകൾ ചൊല്ലിയാൽ നമുക്ക് എത്ര വലിയ വിഷമമുണ്ടെങ്കിലും ആ വിഷമങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. മനസ്സിൽ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായി കിട്ടും. നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായി കിട്ടും. സാമ്പത്തികമായി ഞെരുക്കപ്പെടുന്നവർക്ക് ഐശ്വര്യത്തിൻ്റെ കവാടം തുറന്നു കിട്ടാൻ പഠിപ്പിച്ച ദിക്റാണ്. ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ പരിഹാരമായിട്ടുള്ള ദിക്റാണ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ചെല്ലുക. അള്ളാഹു നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നിയത്ത് വെച്ച് വെക്കേണ്ടത് നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യത്ത് നല്ലൊരു ഭരണം വരണം. മുസ്ലിമുകൾക്ക് സൗഹാർദ്ദം ലഭിക്കുന്ന, സ്നേഹം ലഭിക്കുന്ന, വലിയ സൗഹാർദ്ദത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു ഭരണം നമുക്കുണ്ടാകണം. അതിനു വേണ്ടി നല്ല മനസ്സോടുകൂടെ വലിയ ശക്തിയുള്ള ദിക്റാണ്. ഇത് ചൊല്ലുമ്പോൾ നല്ല മനസ്സോട് ചൊല്ലിക്കോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
لا حول ولا قوة إلا بالله العلي العظيم 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 لا إله إلا الله الملك الحق المبين 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 لا إله إلا الله الملك الحق المبين
لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين أستغفر الله العظيم 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 لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله ഇനി ചൊല്ലുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് കുറച്ചെണ്ണം ചൊല്ലാം. ഇന്നത്തെ ദിവസം നമുക്ക് വലിയ ഫത്ഹ് ലഭിക്കാൻ, ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് വലിയ സന്തോഷമുള്ള വലിയ ഒരു വിജയം, വലിയ ഫത്ഹ് നമുക്ക് ലഭിക്കണം. ആ മനസ്സിൽ നമ്മൾ ഈ ഇസ്മ ചൊല്ലിക്കോ. യാ ഫത്താഹ് യാ അല്ലാഹ് 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 യാ ഫത്താഹ് യാ അല്ലാഹ്. ഇനി നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു 3 വട്ടം ചൊല്ലാം. ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും പ്രഭാതത്തിനുള്ള വിശ്വാസത്തോടെ ഇസ്തിഗ്ഫാർ ചൊല്ലി വൈകുന്നേരത്തിന് മുമ്പായി മരിച്ചാൽ, അല്ല വൈകുന്നേരം ചൊല്ലി പ്രഭാതത്തിന് മുമ്പായി മരിച്ചാൽ അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ അവകാശം എണ്ണപ്പെടണമെങ്കിൽ ഇസ്തിഗ്ഫാറിന്റെ പവർ എത്ര വലുതാണ്. അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല കരുത്തോടെ ചൊല്ലിക്കോ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅനാ അബ്ദുക വഅനാ അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر ذنوب إلا أنت. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر ذنوب إلا أنت.
ഇനി നമുക്ക് കുറച്ചെണ്ണം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യാം. പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. നമ്മൾ ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ, ആ വിഷമങ്ങളൊക്കെ കരുതിക്കോ. ആഗ്രഹങ്ങളുണ്ടല്ലോ, ആഗ്രഹങ്ങളൊക്കെ കരുതി ചൊല്ലിക്കോ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. الله الله. പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട്, ഈ മജ്ലിസിൻ്റെ ബർക്കത്തുകൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മൾ ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ബദരീങ്ങളെ ശുഹദാക്കൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖ്മാർ, ഞാനുമായി ബന്ധപ്പെട്ട് ആരൊക്കെയുണ്ട് മുഅ്മിനാത്തുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബറ് വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാഹ്, ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട് അല്ലാഹ്. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട് അല്ലാഹ്, എല്ലാ ആഗ്രഹങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ അല്ലാഹുവേ മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്തുള്ള ഒരു ഭരണം നൽകണേ അല്ലാഹ്. മുസ്ലിം സമുദായത്തിന് വലിയ കാവൽ ലഭിക്കുന്ന ഭരണം നൽകണേ അല്ലാഹ്. നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്, നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകളും കുറവുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. നിന്റെ പരീക്ഷണങ്ങൾ വിജയിക്കാനുള്ള ശക്തിയും ഈമാനും ഇല്ല റഹ്മാനേ. ഈമാൻ കുറഞ്ഞവരാണല്ലാഹ്, ഞങ്ങൾ പാവികളാണല്ലാഹ്, ഞങ്ങൾ ദോഷികളാണ് റബ്ബേ. ദുആ സ്വീകരിക്കണേ അല്ലാഹ്, തട്ടിക്കളയല്ലേ അല്ലാഹ്. ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടം വീട്ടാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്, തുറന്നു തരണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ പിടിപെട്ട്
വിഷമിക്കുന്നവരുണ്ട്, നീ ആജിലായ ശിഫ നൽകണേ അല്ലാ. അങ്ങനെയുള്ള മാരക രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. പെട്ടെന്നുള്ള അപകടങ്ങൾ തരല്ലേ അല്ലാ. പെട്ടെന്നുള്ള മുസീബത്ത് തരല്ലേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടെ സ്വർഗത്തിലെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് ഏറ്റി തരണേ അല്ലാ. ആ പരിശുദ്ധ പൂമുഖം സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.